ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സെയ്ദ് പാറയിൽ പാർലമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെന്റിന് വെറും 12,000 രൂപയിൽ താഴെയായി തെങ്ങും കവുങ്ങും വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 1 ഏക്കർ 50 സെന്റ് പള്ളിയാൽ വിൽപ്പനക്കുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ലക്കിടി എന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 1 ഏക്കർ 50 സെന്റ് സ്ഥലമാണുള്ളത്. ഈ 1 ഏക്കർ 50 സെന്റ് സ്ഥലം കരഭൂമിയല്ല, റിക്കാർഡിൽ നിലം തന്നെയാണ്. കരഭൂമിയോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തെല്ലാം തന്നെ തെങ്ങുകളും കവുങ്ങുകളും എല്ലാം വെച്ച നല്ല തോട്ടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് തെങ്ങുകളും കവുങ്ങുകളും വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് 1.25 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതിൽ 250 മീറ്റർ ദൂരം മൺ റോഡാണ്, ബാക്കി കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഇതിലേക്കുള്ളത്. ഈ സ്ഥലത്തിന്റെ അതിരിലൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ തോടിന് ചെറിയൊരു സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളെല്ലാം തന്നെ സൈറ്റിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇതിന്റെ തൊട്ടടുത്ത സ്ഥലത്തിലെല്ലാം തന്നെ അങ്ങനെ വണ്ടികളെല്ലാം വരാൻ വേണ്ടി സ്ലാബ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കും ഇതിൽ ചെയ്യാവുന്നതാണ്. ചെറിയൊരു സ്ലാബ് ഇട്ടാൽ മാത്രം മതി, നമുക്ക് വണ്ടികളെല്ലാം തന്നെ സ്ഥലത്തിലേക്ക് എത്തിക്കാം. ഇപ്പോൾ സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ റോഡിൻ്റെയും ഇടയിൽ ചെറിയൊരു തോടുണ്ട്. ആ തോടിലാണ് നമ്മൾ ചെറിയൊരു സ്ലാബ് ഇടേണ്ടത്. ഏകദേശം 100 മീറ്ററോളം തോടും അതുപോലെ തന്നെ റോഡും ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത്, ഭാരതപ്പുഴയുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ദൂരം മാത്രമാണ് പുഴയിലേക്കുള്ളത്. പിന്നെ ഈ സ്ഥലത്ത് നിങ്ങളൊരു കിണറോ അല്ലെങ്കിൽ ഒരു കുളമോ കുഴിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരാൾ അവരുടെ സ്ഥലത്ത് ഒരു കുളം കുഴിച്ചിട്ടുണ്ട്. ഇതേപോലെ പാടത്ത് തന്നെയാണ്. അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിനോട് ചേർന്നല്ല, ഈ സ്ഥലം കഴിഞ്ഞ് ഒരു 50 സെന്റ് പാടം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്താണ് കുളം കുഴിച്ചിട്ടുള്ളത്. അതിലെല്ലാം ഇഷ്ടം പോലെ വെള്ളമാണുള്ളത്. അതുപോലെ നമുക്കും ഇതിലൊരു കുളം കുഴിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങുകളെല്ലാം വെച്ച് നല്ലൊരു തോട്ടമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് നെൽകൃഷിയാണ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കിതിൽ പശുഫാമോ ആട് ഫാമോ നടത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഈ 1.5 ഏക്കർ സ്ഥലത്ത് പകുതി സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നത്. ബാക്കി ഒന്നും ചെയ്യാതെ, കാലങ്ങളായി ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 1.25 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് വെറും 7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കൂടാതെ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. വെറും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ തെങ്ങുകളും കവുങ്ങുകളും വെക്കാൻ പറ്റുന്ന ഈ അടിപൊളി കാലിയായി കിടക്കുന്ന 1 ഏക്കർ 50 സെന്റ് പള്ളിയാൽ, ഇത് നിലമാണ് റിക്കാർഡിലുള്ളത്, കരഭൂമിയല്ല, നിലമാണ് റിക്കാർഡിലുള്ളത്. ഈ പള്ളിയാലിന് സെന്റിന് വെറും 12,000 രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് വളരെ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ ഉണ്ടായിരിക്കും. പ്രത്യേകം പറയാം, ഫിക്സ്ഡ് റേറ്റ് ആണ് ഓണർ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമുക്ക് സംസാരിക്കാം, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന 1 ഏക്കർ 50 സെന്റ് പള്ളിയാൽ, തെങ്ങുകളും കവുങ്ങുകളും വെക്കാൻ പറ്റുന്ന ഈ അടിപൊളി പള്ളിയാൽ, ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.